എങ്ങനെ ഹെയർ കെയർ റൊട്ടീൻ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ, ലൈക്ക് ഒരു ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് ഒരു റൊട്ടീൻ പറഞ്ഞു തരാം. മൺഡേന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്യുക. അത് ഡെയിലി ഒരു 10 to 15 മിനിറ്റ്സ്, മാക്സിമം ഒരു 15 മിനിറ്റ്സ് നന്നായിട്ട് സ്കാൽപ്പിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ട്യൂസ്ഡേ ആകുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സെറം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയർസിൽ. വെനസ്ഡേ ആകുമ്പോഴേക്കും നമ്മുടെ ഹെയർ വാഷ് ഡേ ആണ്. ഹെയർ വാഷ് ഡേ എന്ന് പറയുമ്പോൾ നന്നായിട്ട് നമ്മൾ എണ്ണ പുരട്ടി ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് അതുപോലെ ഷാമ്പൂ ചെയ്ത് ഹെയർ മാസ്ക് ഇട്ട് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യേണ്ട ദിവസമാണ് ബുധനാഴ്ച. വ്യാഴാഴ്ച ആകുമ്പോഴേക്കും നമ്മൾ ഇൻവോഷൻ ടെക്നിക്, ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇൻവോഷൻ ടെക്നിക് എന്ന് പറയുമ്പോൾ നമ്മൾ തല കുമ്പിട്ടിട്ട് നമ്മൾ തലമുടി നന്നായിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. ഫ്രൈഡേ ആകുമ്പം ഇതേപോലെ നമ്മൾ മൺഡേ തൊട്ട് റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്യുക. സാറ്റർഡേ ആകുമ്പം നമ്മൾ സെറം യൂസ് ചെയ്യുക. ഇതേ റൊട്ടീൻ കൊണ്ട് കണ്ടിന്യൂ ചെയ്യുക. ഇതുവരെ ഒരു ഹെയർ കെയർ റൊട്ടീനും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റൊട്ടീൻ പാറ്റേൺ ആണ് ഞാൻ പറഞ്ഞു തന്നത്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും വേണം. പിന്നെ ഈ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.